നമസ്കാരം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം കിട്ടി, എന്നാലും ജയിലിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡുകളിൽ പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ വീടുകളിൽ, അതുപോലെ കർണാടകയിലും ഒക്കെ തന്നെ 21 ഇടങ്ങളിലായിരുന്നു റെയ്ഡുകൾ നടന്നത്. ഈ റെയ്ഡുകളിൽ പ്രധാനപ്പെട്ട പല രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടി. ഇതിൽ ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചില മുതിർന്ന ഉയർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ഇടപാടുകളുടെ, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഇവർ സമ്പാദിച്ചതിന്റെയും വീതിച്ചെടുത്തതിന്റെയും അടക്കമുള്ള രേഖകൾ കിട്ടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കേസിൽ 90 ദിവസം കഴിഞ്ഞു, കുറ്റപത്രം കൊടുത്തില്ല, ജാമ്യം കിട്ടി, സ്വാഭാവികമായി കിട്ടിയതാണ്. മറ്റു കേസിൽ ജയിലിൽ തുടരുകയാണ്. ഉടൻ തന്നെ അടുത്ത കേസും SIT അല്ലെങ്കിൽ ED ചാർജ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ ഒരു സാധ്യതയും നിയമവൃത്തങ്ങൾ സൂചന നൽകുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിരവധി ഉദ്യോഗസ്ഥർ കിട്ടുന്നു. ഇവരെയൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യും. ഇവരിൽ പലരെയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. വലിയ തോതിലുള്ള 98 കാലഘട്ടത്തിലെ പല നിർണായക രേഖകളും കഴിഞ്ഞ ദിവസം ED നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തു. 98 മുതൽ നടത്തിയ എല്ലാ ഇടപാട് കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലാണ് റെയ്ഡുകൾ നടത്തിയത്. അതുപോലെ തന്നെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വീട്, ബംഗളൂരുവിലെ ജുവല്ലറി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രീറാംപുരിയിലെ വാടക വീട് എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനം, പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, വെഞ്ഞാറമൂട്ടിലെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്, തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ വീട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റെയ്ഡുകൾ നടന്നത്. രേഖകൾ ആവശ്യമെങ്കിൽ ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനും ഇതിന് ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ച, ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ചുക്കാൻ പിടിച്ചത് എന്ന് പറയുന്നു, പക്ഷേ ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടേത് അടക്കമുള്ള ആളുകളുടെ സഹായമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ ഒരു നിലപാടിലാണ് ഇപ്പോൾ ED അന്വേഷണം തുടരുന്നത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ സ്വർണ്ണക്കൊള്ള, അതായത് ശബരിമലയിലേക്ക് വരുന്ന സ്വർണങ്ങളിലൊക്കെ തന്നെ കൃത്രിമം നടത്തി 98 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെല്ലുന്നത്. ഇയാൾ 2007 മുതൽ ഇങ്ങോട്ട് ഇത്രയും വർഷം ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തുകയായിരുന്നു. ഓരോ സീസണിലും പല രീതിയിൽ, കുറേശ്ശെയായി പല രീതിയിൽ മാറ്റി സ്വർണം ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. ഇതിന് ആരൊക്കെ കൂട്ടുന്നു, എത്ര ഉദ്യോഗസ്ഥർ കൂട്ടുന്നു? ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇവർ ഈ ശങ്കരദാസും അതുപോലെ പത്മകുമാറും വിജയകുമാറും അടക്കമുള്ള ബോർഡ്, അതിനു മുൻപുണ്ടായിരുന്ന ബോർഡ്, ഇനി പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ബോർഡ്, അങ്ങനെ അജയ് തറയിലൊക്കെ മെമ്പറായിരുന്ന ബോർഡ്, അതായത് കാലങ്ങളായി വന്ന ദേവസ്വം ബോർഡുകൾ, ഇടത് വലത് ദേവസ്വം ബോർഡുകളൊക്കെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ ഒരു പ്രാഥമികമായ കണ്ടെത്തലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. തുടർ അന്വേഷണങ്ങൾ, കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിലെ ഇപ്പോഴത്തെ തന്ത്രി മഹേഷ് മോഹനര്, അദ്ദേഹത്തെ SITയും EDയും ചോദ്യം ചെയ്യും. അദ്ദേഹത്തിന്റെ വസതിയിലടക്കം പരിശോധനകൾ നടത്തും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇത് അത്ര ഒരു ചെറിയ കാര്യമല്ല. നമ്മളെപ്പോഴും വാർത്തകളിലും വിശദാംശങ്ങളിലും വിശദീകരണങ്ങളിലും ഒക്കെ പറയാറുണ്ട്, ഇത് സമാനതകളില്ലാത്ത അത്രയും വലിയ നെറ്റ്വർക്ക് നടത്തിയ കോടികളുടെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു തിരിച്ചടി. പലപ്പോഴും പല മേഖലകളിലും ഞങ്ങളല്ല, പ്രയാർ ഗോപാലകൃഷ്ണന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, തന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് കയറി വരുന്നവരുണ്ട്. പക്ഷേ ഈ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരും ഇടതുപക്ഷ ബോർഡും ഒക്കെ തന്നെ ഇതിന് കൂട്ടുനിന്നു എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ഈ അന്വേഷണങ്ങളിലൊക്കെ തന്നെ. ഇനിയിപ്പോൾ CBI കൂടി വന്നു കഴിയുമ്പോൾ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക്, മുൻ മന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക് എത്തും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ശക്തമായ തിരിച്ചടി പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്ന് തന്നെ രാഷ്ട്രീയമായി വിലയിരുത്തും.